ഹലോ ഗായ്സ്, എൻ്റെ പേര് ഗൗരി എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം. ഞങ്ങളിപ്പോൾ കൊല്ലത്ത് പോവുകയാണ്. എനിക്ക് ഒരു ക്യാമ്പുണ്ട് ഡാൻസിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് പോകുന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ തെറ്റൊക്കെ കാണുമെന്ന് എനിക്കറിയാം. വ്ളോഗ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ പരിചയപ്പെടുത്തി തരാം ആരൊക്കെ ഉണ്ടെന്ന്. ഇതെൻ്റെ കൂട്ടുകാരനാണ് വണ്ടി ഓടിക്കുന്നത്. ഇതെൻ്റെ അനിയത്തി, എൻ്റെ ഹസ്ബൻഡ്. ഇതും എൻ്റെ കൂട്ടുകാരനാണ്. ഇതെൻ്റെ കുഞ്ഞാവയാണ്. അപ്പം ഞങ്ങൾ പോവുകയാണ്. അവൾക്ക് 4 മാസമായി. അവളുടെ പേര് അർണിക എന്നാണ്. ഞാൻ വീട്ടിൽ വിളിക്കുന്നത് അമ്പുലു എന്നാണ്. നല്ല ആക്റ്റീവായിരുന്നു. ഇന്ന് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ക്യാമ്പിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സ്പോട്ടിൽ വന്നേക്കുക. ചുമ്മാ വൈബടിക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ നല്ല ചൂടുമുണ്ട്. ഞങ്ങൾ വന്നേക്കുന്ന ടോപ്പ് കഫേയിൽ നിന്നാണ്. അപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വൈബടിച്ചു. അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചുമ്മാ വന്നതാണ്. സമയം ഒരുപാട് ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ചുമ്മാ റൊമാൻറ്റിക്കൊക്കെ വീഡിയോ ഒക്കെ എടുക്കുക. ഞങ്ങളുടെ കല്യാണം ലവ് മാരേജ് ആയിരുന്നു. 1 വർഷം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വ്യൂ ഒക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ആ സ്പോട്ടിൽ നിന്ന് ഇറങ്ങി. തേവള്ളിയിലാണ് സ്പോട്ട് വരുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുഞ്ഞ് ഉറങ്ങിയായിരുന്നു. ഒരുപാട് സമയമൊന്നും ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ട് പിടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഞങ്ങൾ നെക്സ്റ്റ് വന്ന വ്യൂ പാർക്കിലാണ്. അവിടെ എത്തിയപ്പോൾ അവൾ ഉണർന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ വ്യൂ ഒക്കെ ഉണ്ട്. വലിയ ആളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കളിയിലുള്ള ശ്രദ്ധയിലായിരുന്നു. അവിടെ വലിയ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വൈബൊന്നും ഇല്ല. അവിടെ കൂടുതലും വൈബ് രാത്രി ആകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ആരും ഇല്ല. നല്ല വെയിലും ഉണ്ട്. അങ്ങനെ അച്ഛനും മോളോട്ടിരുന്ന് ഭയങ്കര കളിയായിരുന്നു അവിടെ ഇരുന്ന്. അവൾക്ക് പേടിയാകുന്നുണ്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട്. കൊല്ലംകാരി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ഈ പാർക്കിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബീച്ച് റോഡിൽ നിന്ന് കയറി വരുമ്പോൾ ഉള്ള പാലത്തിന് താഴെയായിട്ടാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്പോട്ടിൽ വന്നേക്കുന്നത് ഞങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞ സർബത്ത് കടയാണ്. പുളി സർബത്തായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വരുമ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന വഴിയിൽ ആ വളവിലാണ് ലൊക്കേഷൻ സ്പോട്ട് വരുന്നത്. നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്തോ സാധനം എന്നും പറഞ്ഞ് നിരീക്ഷിക്കുക. ഇവിടുമാരൊക്കെ എന്തോ കുടിക്കുന്നതെന്നായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സ്പോട്ട് പിടിക്കാമെന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്പോട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അങ്ങനെ വീട്ടിൽ പോകുമെന്ന് വിചാരിച്ച്. പക്ഷേ അപ്പോഴാണ് ഒരുത്തൻ പറയുന്നത് നമുക്ക് അഡ്വഞ്ചർ പാർക്കിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലെത്തി. അവിടെ എത്തിയപ്പോൾ ഒരു ട്വിസ്റ്റ്. അവിടെ ആളെ കയറ്റത്തില്ല. കാരണം അവിടെ പണി നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലോപ്പായി ആ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യുന്നു. ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു ഞങ്ങളൊന്നും. കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 1:30 ആയല്ലോ വീട്ടിൽ നിന്ന്. പിന്നെ ഞങ്ങൾ സർബത്തൊക്കെ കുടിച്ച് അങ്ങനെ വയറ് നിറഞ്ഞിരുന്നപ്പോൾ വിശപ്പൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വിടാമെന്ന് തീരുമാനിച്ച് പോവുക. അങ്ങനെ അമ്പലമാണെങ്കിൽ പുറകെ ഇരുന്ന് ഉറക്കം തോന്നുന്നു. ഉറക്കം വരുന്നുണ്ടോ, ഉറങ്ങുന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ഓർത്തത് ഞങ്ങൾ സാധാരണ കൊല്ലത്ത് പോയിട്ട് വരുമ്പം ചായ കുടിക്കുന്ന ഒരു സ്പോട്ടുണ്ട് പരിമണത്ത്, പെട്രോൾ പമ്പിന് അടുത്തായിട്ട്. അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ട് ചായയൊക്കെ കുടിച്ച് കടിയും അങ്ങനെ പരിപ്പ് വടയൊക്കെ തിന്നായിരുന്നു. ശരി, അവിടെയൊക്കെ പതുക്കെ നിന്നിട്ട് ഞങ്ങൾ നേരെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കൂട്ടുകാരനെ വഴിയിൽ അവൻ്റെ വീട്ടിൽ ആക്കി. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ബായ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.